ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ലിങ്ക് ഫോൺ എടുത്ത് നോക്കുമ്പോ നമ്മുടെ നാൻസി ആണെങ്കിലോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോ ഈ പിക്ക് അത്ര നല്ലതൊന്നും അല്ല എന്നും പറഞ്ഞ് ലിങ്ക് ഒരു മെസ്സേജ് അങ്ങോട്ട് തട്ടി വിടും. റിപ്ലൈ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നോക്കി നിൽക്കുമ്പോ ഇവനെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് തന്നെ നമ്മുടെ നാൻസി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ദുഷ്ട കാലമടത്തി അവൾ എന്നെ പുറത്താക്കി, ഇവൾക്ക് ഇത്ര ധൈര്യമൊന്നും പറഞ്ഞ് ലിങ്ക് ആണെങ്കിലോ ഭയങ്കര അപ്സെറ്റ് ആകും. അതേ ടൈം ജിൻഷി വരുമ്പോ അമ്മയാണെങ്കിലോ എന്താ മോളെ നീ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, എന്താ നീ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അമ്മ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ തന്നെ വണ്ണം വെച്ചു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പോഴാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. എന്താടി നീ മെലിഞ്ഞു പോയോ അല്ലെങ്കിൽ വണ്ണം വെച്ചോ എന്ന് കണ്ടു കഴിഞ്ഞാല് നിന്റെ അമ്മയായി എനിക്ക് മനസ്സിലാവില്ലേ. സ്വന്തം മോള് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കണമെന്നാണ് ഒരമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടേണ്ട, ഫ്യൂച്ചറിനെ നോക്കി ഓടിയാ മതി. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് നീ നിന്റെ പേഴ്സണെ കണ്ടുമുട്ടുമെന്ന് പറയും. ആ ഒരു പേഴ്സണെ അമ്മ കാണുമോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറയും. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി അവരുടെ ലൈഫിൽ മാരേജ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം തന്നെയാന്ന് പറയും. അതേ ടൈം യാനിനെ കാണിക്കാണ്. അവൻ അവന്റെ പാരന്റ്സിന്റെ ഫോട്ടോയും എടുത്ത് വെച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി ഇവൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഒരു ആക്സിഡന്റിലാണ് ഇവന്റെ പാരന്റ്സ് മരിച്ചു പോയിട്ടുള്ളത്. അന്ന് ഇത്രയ്ക്കും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ആ ഫോട്ടോ എടുത്ത് ഒരു ബുക്കിന്റെ ഉള്ളിൽ അടച്ചു വെക്കും. അതേ ടൈം നാൻസിനെ കാണിക്കാണ്. അവൾക്ക് ഒരു ഓൺലൈൻ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മെസ്സേജ് അയച്ച് നാളെ ഇന്ന ടൈമിന് ഇന്ന പ്ലേസിൽ കാണാന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇവളാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് വന്നേക്കാന്നും പറഞ്ഞ് റിപ്ലൈയും അയച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിൻഷിയുടെ അമ്മ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. നീ മുന്നത്തേലും ഇനി മുതൽ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയും. അമ്മ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്, മോളൊരു വലിയ ബിസിനസ് ചെയ്യുവല്ലേ. ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് ആയി കഴിഞ്ഞാല് അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്ന് എന്റെ മോള് ബിസിനസ് ചെയ്ത് സക്സസ് ആയിന്ന് വലിയ തലക്കനം വെച്ചൊക്കെ പറയാ. അതൊക്കെ പോരേന്നില്ല ചോദിക്കും. സക്സസ് ആയോ ഇല്ലയോ അതിനൊന്നും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. എനിക്ക് നിന്റെ ഹെൽത്തിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. എന്തായാലും ന്യൂ ഇയറിന് മുമ്പ് തന്നെ നീ വീട്ടിലേക്ക് എത്തണം. ഫാമിലി ആയിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അതാ നല്ലതെന്ന് പറയും. എനിക്ക് വരുന്നതില് പ്രോബ്ലം ഒന്നുമില്ല. ഞാനൊരു 4-5 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാല് അമ്മ തന്നെ എന്നെ ചവിട്ടി പുറത്താക്കില്ലേ. അതോർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നേന്ന് പറയും. ഓ നിന്നേക്ക് എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ എന്റെ കൂടെയല്ലേ നീ വർക്ക് ചെയ്യുന്നത്. നിന്റെ പ്രായമേ അവനുള്ളൂ എങ്കിലും അവൻ ഭയങ്കര മെച്ചൂർഡ് ആണ്. എല്ലാ കാര്യങ്ങളും പക്വതയോടുകൂടി തന്നെ ചെയ്തു തീർക്കും. ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് നീ പഠിച്ചെടുക്ക്. പിന്നെ ഞാൻ അവന്റെ അടുത്ത് പറയണ്ട പോകുന്നത്, അത് നീ എന്തായാലും അവന്റെ അടുത്ത് പറഞ്ഞേക്കണം. പിന്നെ ന്യൂ ഇയറിന് ഫ്രീ ആണെങ്കിൽ മിസ്റ്റർ യാനെയും കൂട്ടി വീട്ടിലേക്ക് വന്നും പറഞ്ഞ് യാനിനെയും കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് അമ്മ അവിടെ നിന്നും പോകുന്നത്. അതേ ടൈം നമ്മുടെ നാൻസി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രൊമോഷന് വേണ്ടി ലൊക്കേഷൻ അയച്ച സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലിങ്ക് ഇരിക്കുവാണ്. ലിങ്ക് പ്ലാൻ ചെയ്ത പ്രകാരമാണ് നാൻസി പ്രൊമോഷന്റെ കാര്യത്തിന് ഇവിടെ വന്നിട്ടുള്ളത്. നാൻസിനെ കാണുമ്പോൾ തന്നെ ഹലോ മിസ് നാൻസി, ഓ നിങ്ങൾ ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണല്ലേ. ഞങ്ങൾക്ക് ആക്ച്വലി ഓൺലൈൻ പ്രൊമോഷൻ ഒന്നും വേണ്ട, ഞങ്ങളുടെ ബിസിനസ് വേൾഡ് വൈഡ് ഹിറ്റ് ആണ്. എന്തായാലും വിചാറ്റിൽ ആഡ് ചെയ്തെന്ന് പറയും. അങ്ങനെ അവള് വിചാറ്റിൽ ആഡ് ചെയ്യും. എന്തായാലും നിന്റെ നമ്പറും കൂടി തന്നേക്ക്, ഇനി നമ്മൾ ബിസിനസ് ചെയ്യാൻ പോവല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കേണ്ടി വരുമെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് നമ്പർ കൊടുക്കും. ഇവനാണെങ്കിലോ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നാൻസിനെ ഡിലീറ്റ് ചെയ്ത് വിടും. ഇതെന്താണ് നമ്പർ വേണോന്നും പറഞ്ഞ് ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വിടുന്നോന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഡിലീറ്റ് ചെയ്ത് വിടും. പെട്ടെന്ന് ഇങ്ങനെ ഒരാളാ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫീലിങ്സ് നീ കൂടി അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാന്ന് പറയും. നിനക്ക് എന്താടാ വട്ടാണോ എന്ന് ചോദിക്കും. അതെ എനിക്ക് വട്ടാണ്. നിനക്ക് എന്താണ് ബ്രെയിൻ ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല എനിക്ക് ബ്രെയിൻ ഇല്ല. ഓ നിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്തായാലും പോവാണ്. ഇനി നീ എന്റെ അടുത്ത് ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തെന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലോടാന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ ലിങ് അപ്പോ വന്ന ജോലി ചെയ്യണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. ഓ ലിങ് നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. കറക്റ്റ് ആയിട്ട് ആ ഷോപ്പിന്റെ ഓണറും ആ ടൈമിന് അങ്ങോട്ടേക്ക് വരും. ആ ദേ കറക്റ്റ് ആയിട്ട് ആള് വന്നല്ലോ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം സംസാരിച്ചോ. ദേ ഇതാണ് മിസ് നാൻസി, സോഷ്യൽ മീഡിയയിലെ വലിയൊരു സെലിബ്രിറ്റിയാണ്. ഇവള് ഓൺലൈൻ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെയിൽ നടക്കുമെന്നും പറഞ്ഞ് ലിങ്ക് ആണെങ്കിലും പുറത്തേക്ക് നടന്നു പോകും. പോകുന്ന കൂട്ടത്തില് നാൻസിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചാണ് പോകുന്നത്. അങ്ങനെ നാൻസിയും പോർട്ടബിളെന്നും പറഞ്ഞ് ഓൺലൈൻ പ്രൊമോഷൻ ഒക്കെ നടത്തും. അതിന് നല്ല റീച്ചും കിട്ടും. അപ്പൊ ഷോപ്പ് ഓണർ വന്ന് നല്ല റീച്ച് ഉണ്ട്, എന്തായാലും പേയ്മെന്റിന് പകരം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് തരാം, ഇത് വെച്ചോന്നും പറഞ്ഞ് ഒരു കാറിന്റെ കീ എടുത്തു കൊടുക്കും. കൊള്ളാലോ, ഫസ്റ്റ് പ്രൊമോഷന് തന്നെ വലിയൊരു കാറ് കിട്ടി. എന്തായാലും സൂപ്പറാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ
ചെയ്യാന്നും പറഞ്ഞ് നാൻസിയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോന്റെ അസിസ്റ്റന്റ് ഓഫീസിലേക്ക് കയറി വരുവാണ്. സാർ ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തും, ഇപ്പൊ എത്തുമെന്നും പറഞ്ഞ് നടന്നു വരുമ്പോ ജിങ്ഷി ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും. അയ്യോ എനിക്കിപ്പോ ടൈമില്ല, അകത്തേക്ക് പോണോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ധ്യാനാണെങ്കിലും എന്തായാലും അവൾ എന്താണ് പറയുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കാനായിട്ട് പറയും. ഈ അസിസ്റ്റന്റ് യാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ജിങ്ഷിക്ക് അറിയില്ല. അങ്ങനെ തന്നെ ഈ അസിസ്റ്റന്റും ഓക്കെ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ കേൾക്കാന്ന് പറയും. ആക്ച്വലി ഡോങ് ഞാൻ ഹൈഡ് ആൻഡ് സിറ്റി പ്രിന്റർ വാങ്ങിച്ചു കഴിഞ്ഞാല് അതിന്റെ ഔട്ട്പുട്ട് കുറച്ചേ കിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാണ് അത് കഷ്ടപ്പെട്ട് വാങ്ങുന്നത്? ആക്ച്വലി ഞങ്ങൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഞാൻ പറഞ്ഞ പ്ലാൻ എല്ലാം ഞാൻ മനസ്സിലാക്കി. അതില് ആദ്യം കുറച്ച് ആളുകളെ കണ്ടുപിടിക്കണം, പിന്നെ ഒരു ഗോഡൌൺ കണ്ടുപിടിക്കണം, മൂന്നാമതായിട്ട് 3D പ്രിന്റർ വാങ്ങണം. ആളുകളെ ചേർക്കുന്നതും ഗോഡൌൺ കണ്ടെത്തുന്നതും ന്യൂ ഇയറിന് ശേഷമാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിനേലും മുമ്പ് വേണ്ടത് ഒരു 3D പ്രിന്റർ ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഞാനും അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് പറയും. അങ്ങനെ അസിസ്റ്റന്റും അങ്ങനെ തന്നെ ചോദിക്കും. വേറൊന്നുമല്ല, നിങ്ങൾ എന്നാ എക്യുപ്മെന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പില് ഒന്ന് ജോയിൻ ചെയ്ത് വിട്ടാ മതി എന്ന് പറയും. അല്ല ജിങ്ഷി, ഈ കാര്യം ഡയറക്റ്റ് ബോസിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്നെ ചോദിക്കും. അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ലേ, അതിനു വേണ്ടിയിട്ട് മിസ്റ്റർ യാനെ ബുദ്ധിമുട്ടിക്കേണ്ട, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ തന്നെ ഞാൻ പറയുന്ന പോലെ പറഞ്ഞോന്ന് പറയും. അങ്ങനെ ജിങ്ഷിയുടെ മുമ്പിൽ വെച്ച് തന്നെ യാനിന്റെ കോളും കട്ട് ചെയ്ത്, മിസ് ജിങ്ഷി എന്തായാലും അകത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാന്ന് പറയും. അങ്ങനെ ജിങ്ഷിയും നേരെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞൂടെ നീന ചോദിക്കും. അയ്യോ വേറൊന്നുമല്ല, ഇതൊരു ചെറിയ വിഷയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറയും. ഓക്കെ എന്തായാലും നീ പറഞ്ഞ കാര്യത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് പറയും. എന്ത് സമ്മതിച്ചോ? അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് 3D പ്രിന്റർ വാങ്ങിത്തരുമോ എന്ന് ഞാൻ ചോദിക്കും. വാങ്ങിത്തരാം, പക്ഷേ നീ അതിന് സമ്മതിക്കുന്ന പോലെ ഇരിക്കും എന്ന് പറയും. എന്ത് സമ്മതം, എന്താ വേണ്ടേന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് 3D പ്രിന്റർ വേണമെങ്കിൽ ഒരു 5% ഷെയറും കൂടി എനിക്ക് കൂട്ടിത്തരണമെന്ന് പറയും. ദൈവമേ, ഇതിനേലും ഭേദം ഞാനൊന്നും ചോദിക്കാണ്ടിരിക്കുന്നതായിരുന്നു എന്ന് പുള്ളിക്കാരെ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ശരിയാ ഞാനെന്നാ പോവാണ്, എനിക്ക് പോയിട്ട് ഒരുപാട് വർക്കുണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് പുറത്തേക്ക് ഓടിപ്പോകും. ഇവളുടെ ഓട്ടം കാണുമ്പോ ഞാനെന്റെ വല്ലാത്ത ചിരി വരും. ഞാൻ വേണോന്ന് വെച്ച് ഇങ്ങനെ ഒരു വിട്ടിട്ട് നോക്കിയതാണ്. പുറത്തേക്ക് വന്ന് ജിങ്ഷി ആണെങ്കിലും ലില്ലിക്ക് കോൾ ചെയ്ത് ഹെൽപ്പൊക്കെ ചോദിക്കും. എന്തായാലും ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്താന്ന് വെച്ച് ചെയ്യാന്നും പറഞ്ഞ് ലില്ലി ഇപ്പോ ഫോൺ കട്ട് ചെയ്യും. ഇപ്പോ ലില്ലിനെ പറ്റി എന്തോ ഒരു റൂമർ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് പോലും നമ്മുടെ ലില്ലി ആണെങ്കിലും ഭയങ്കര കൂളായിട്ട് ഇരിക്കുവാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? അവരെന്ത് വേണേലും ചെയ്തോട്ടെ, എന്റെ ഈ പ്രസന്റ് ഞാൻ എൻജോയ് ചെയ്യും. എനിക്ക് ഇപ്പോ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുന്നതാന്നും പറഞ്ഞ് കുറച്ച് ഫുഡ് എടുത്ത് ഈസോയിന്റെ വായിലൊക്കെ വെച്ചു കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ ജിങ്ഷി വീട്ടിലേക്ക് എത്തും. നാൻസി ആണെങ്കിലോ ഇലക്ട്രിക് കാർ കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ സന്തോഷത്തില് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ജിങ്ഷനെ കാണുമ്പോ തന്നെ ഈ കാറ് കിട്ടിയ കാര്യമൊക്കെ പറയും. എന്താടി ഇത്, ഫസ്റ്റ് പ്രൊമോഷനിൽ തന്നെ നിനക്ക് വലിയ കാറ് കിട്ടിയോ? അല്ല നിനക്ക് ഈ പ്രൊമോഷൻ എങ്ങനെയാ കിട്ടിയെന്ന് നീ ചോദിക്കും. വേറെ ആരുമല്ല, ലിങ്ക് മുട്ടിച്ച് തന്നതാന്ന് പറയും. എന്തായാലും കൊള്ളാടി, നീ വലിയ ആളാകൂ എന്നൊക്കെ പറഞ്ഞ് ജിങ്ഷി നമ്മുടെ നാൻസിനെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേ നാൻസി ഒരു പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ ചെന്നിരുന്ന് പിയാനോ ഒക്കെ പ്ലേ ചെയ്ത് നല്ല രീതിക്ക് പാട്ട് പാടും. ഇത് കേട്ട് ഇംപ്രസ് ആയിട്ട് ഒരു ആന്റി നാൻസിന്റെ അടുത്തേക്ക് വരും. നീ എന്ത് ഭംഗിയായിട്ടാണ് പിയാനോയൊക്കെ വായിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ആണോ ആന്റി? ആന്റിയുടെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ ചെലവില് ഞാൻ പിയാനോ പഠിപ്പിക്കാനായിട്ട് വരാം, ഡിസ്കൗണ്ട് ഒക്കെ ഒരുപാട് തരാം, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. എന്റെ വീട്ടില് ചെറിയ കുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ പിയാനോ പഠിപ്പിച്ച് തരാൻ പറ്റുവാന്നും ചോദിച്ച് ആന്റി ആണെങ്കിലും നാൻസിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈം ഇപ്പൊ ലില്ലിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഒക്കെ പരക്കുന്നുണ്ടല്ലോ. അതാണെങ്കിലും നമ്മുടെ സിസോ കാണും. ഒരു ഇൻവെസ്റ്റർ ലില്ലിയുടെ അടുത്ത് ചെറിയ രീതിക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്തല്ലോ, അയാളുടെ വൈഫ് ഇപ്പോ അയാളെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വൈഫ് ലില്ലിനെ പറ്റി ഒരുപാട് റൂമേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആക്കും. അതാണ് ഇപ്പോ സിസോ കണ്ടത്. സിസോനാണെങ്കിലും പ്രാന്ത് കയറി അയാളല്ലേ ലില്ലിനെ ഹറാസ് ചെയ്തത്, എന്നിട്ട് എല്ലാ കുറ്റവും ഇപ്പോ ലില്ലിയുടെ മേത്താണ്. ഒരുപാട് കമന്റ്സ് ഒക്കെ ലില്ലിനെ ചീത്ത വിളിച്ചു വരുന്നുണ്ട്. ഈ ഒരു റൂമറൊക്കെ കണ്ട ലില്ലി വിഷമിക്കില്ലേ, നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയും. അങ്ങനെ തന്നെ ജിങ്ഷി ലില്ലിക്ക് കോൾ ചെയ്തിട്ട് ഈ കാര്യം പറയും. ലില്ലി ആണെങ്കിലും അതൊന്നും കെയർ ചെയ്യുന്നേ ഇല്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കൊരു പ്രോബ്ലം ഇല്ല, നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ എന്തായാലും പോവാന്നും പറഞ്ഞ് ലില്ലി കോള് കട്ട് ചെയ്യും. അപ്പൊ തന്നെ ജിങ്ഷിയും നീ വിഷമിക്കണ്ടടാ, അവൾ ഓക്കെ ആണെന്ന് പറയും. എന്തായാലും ലില്ലിയുടെ ജോലി പോയത് നമ്മൾ കാരണമല്ലേ, നമുക്ക് എന്തുകൊണ്ട് അവളെ ഇവിടെ ജോലിക്ക് എടുത്തുകൂടാന്ന് ചോദിക്കും.
അവൾക്ക് സെറ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും പറഞ്ഞു നോക്കാം, വരുന്നെങ്കിൽ വരട്ടെ എന്നും പറഞ്ഞ് ജിങ്ഷി നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ 3D പ്രിന്ററിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ലില്ലിയും ജിങ്ഷിയും കൂടി ഒരു ഷോപ്പിലേക്ക് ചെല്ലും. അവിടെയുള്ള സെയിൽസ്മാനും ഒരുപാട് പ്രിന്റർ ഒക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് എല്ലാവരും ബൾക്കായിട്ടാണ് 3D പ്രിന്റർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോകാം, തായ്വാനിൽ നിന്ന് വരണം, കുറച്ച് ദിവസം എടുക്കും എന്ന് പറയും. അയ്യോ, ഞങ്ങൾക്കിപ്പോ ബൾക്കായിട്ട് വേണ്ട, എനിക്കിപ്പോ ഫസ്റ്റ് ഒരെണ്ണം മതി, അതില് പ്രോജക്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്തോളാന്ന് പറയും. ഇല്ല മാഡം, അങ്ങനെ നടക്കില്ല, ഇവിടെയുള്ള എല്ലാ പ്രിന്ററും ഓൾറെഡി ബുക്ക്ഡ് ആയതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിഡ്നി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി പ്രൊജക്ടിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലും. അയാൾക്കും ഈ പ്രൊമോഷൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇയാൾക്കാണെങ്കിലോ സിഡ്നിയുടെ മേത്തൊരു കണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അപ്പൊ തന്നെ സിഡ്നിയും, ഞാൻ എന്തായാലും നിന്നെ ഡേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നേന്ന് ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് വീണ്ടും നമ്മുടെ ജിങ്ഷിനെയും ലില്ലിനെയും കാണിക്കാണ്. പ്രിന്റർ ഒന്നും തരില്ലാന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജിങ്ഷിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വരും. അയാളുടെ മുമ്പിൽ നിന്ന് തന്നെ യാനിന്റെയും യാനിന്റെ കമ്പനിനെയും പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ അയാളും, എന്തായാലും മാഡം കുറച്ചു നേരം വെയിറ്റ് ചെയ്, ഞാനൊന്ന് ഓണറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞ് അകത്തേക്ക് പോകും. എന്തായാലും യാനിന്റെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ് നടന്നത്, അതുകൊണ്ട് തന്നെ യാനിന്റെ പേര് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യൂസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും. പെട്ടെന്നാണ് ലില്ലിക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഇവളെ പറ്റി ചെറിയൊരു റൂമർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു റൂമർ ഇട്ട പെണ്ണ് നമ്മുടെ ലില്ലിയുടെ അടുത്ത് മാപ്പും പറഞ്ഞ് ആ ഒരു പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആണ്. ഇത് കാണുമ്പോൾ ജിങ്ഷിക്ക് ഷോക്കാകും. ഇതെങ്ങനെ നടന്നു എന്ന് ചോദിക്കും. വേറൊന്നുമല്ലടി, എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറയും. അതേ ടൈം സിഡ്നിനെ കാണിക്കാണ്. സിഡ്നി ഇങ്ങനെ അയാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കോള് വരും. 3D പ്രിന്റർ വാങ്ങാനായിട്ട് ജിങ്ഷി ഒരു ഷോപ്പിലേക്ക് പോയിട്ടില്ലേ, ആ ഷോപ്പിന്റെ ഓണറാണ് സിഡ്നിയുടെ ഫ്രണ്ട്. അങ്ങനെ ജിങ്ഷി വന്ന കാര്യം സിഡ്നിയുടെ അടുത്ത് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ആ സെയിൽസ്മാൻ ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കും. നിങ്ങൾ ഓർഡർ ചെയ്ത പ്രകാരം ന്യൂ ഇയറിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ പ്രിന്റർ കിട്ടുമെന്ന് പറയും. ആ ടൈമിനാണ് ജിങ്ഷിക്ക് ഒരു കോള് വരുന്നത്. എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ജിങ്ഷി മാറി നിൽക്കും. ഫ്യൂച്ചറിൽ എന്തായാലും ജിങ്ഷിക്ക് ഉപകാരപ്രദമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ലില്ലി ആണെങ്കിലോ ഞാനും ജിങ്ഷിയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇപ്പൊ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, അവർ ഒരുമിച്ചാ പഠിച്ചത്, അവർക്കിടയിൽ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് അടിച്ചു വിട്ടോണ്ടിരിക്കും. ആ ടൈമിന് ജിങ്ഷിയും അടുത്തേക്ക് വന്നിരിക്കും. അപ്പൊ തന്നെ ആ സെയിൽസ്മാനും, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും, എന്തായാലും ഞങ്ങളുടെ ഓണർ നിങ്ങളെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാളെ വന്ന് മീറ്റ് ചെയ്യണമെന്ന് അറിയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. ആ ടൈമിനാണ് യാനിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നത്. നിനക്ക് 3D പ്രിന്റർ വേണമോ ഇല്ലയോ, ചെറിയൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ഒരു 5% എനിക്ക് കൂട്ടി തന്നാ മതി എന്ന് പറയും. നിങ്ങൾക്ക് ആ 5% കൂട്ടി തരാണ്ട് തന്നെ എനിക്ക് 3D പ്രിന്റർ വാങ്ങാനായിട്ട് സാധിക്കുമെന്ന് പറയും. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് സാധിക്കോ, അതെങ്ങനെയാന്ന് ചോദിക്കും. അതൊക്കെ തൊഴിൽ രഹസ്യമെന്നും പറഞ്ഞ് ജിങ്ഷിയും റിപ്ലൈ അഴക്കും. അതേ ടൈം തന്നെ യാനിന് സിഡ്നിയുടെ അടുത്ത് നിന്നും കോള് വരും. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ നാൻസി ആണെങ്കിലോ ഒരു ആന്റിനെ കണ്ടുപിടിച്ചിട്ടില്ലേ, പുള്ളിക്കാരിക്ക് മ്യൂസിക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പോയേക്കുവാണ്. പുള്ളിയാണെങ്കിലോ, എനിക്കില്ലേ വലിയൊരു പയ്യനുണ്ട്, അവനാണെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ്, ഞാൻ ഈ പ്രായത്തിൽ പോലും മ്യൂസിക് പഠിക്കണം, അതേപോലെ ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കുവാണ്, അവനാണെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നും പറഞ്ഞ് സ്വന്തം മോനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലില്ലിയും ജിങ്ഷിയും കൂടി ഷോപ്പ് ഓണറിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. അതിനിടയ്ക്ക് ജിങ്ഷി, നീ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നിനക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, പ്ലീസ് വന്നൊന്ന് ജോയിൻ ചെയ്യുന്ന പറയും. ഏയ്, അതൊന്നും ശരിയാവില്ലടി, ഞാൻ നിനക്ക് പ്രോബ്ലം തരുന്ന പോലെ ഇരിക്കും, അതുമല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും അതോടുകൂടി തന്നെ തീർന്നു പോകും, അതുകൊണ്ട് ശരിയാവില്ല എന്ന് പറയും. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ് വേറെ ജോബ് വേറെ, എനിക്കും നിന്നെ വേണം, അതേപോലെ എന്റെ കമ്പനിക്കും നിന്നെ വേണം, പ്ലീസ് നീ ഒന്ന് പരിഗണിക്കെന്ന് പറയും. ആ എന്തായാലും ഒന്ന് നിൽക്ക്, ഒന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് ലില്ലി നിൽക്കും. ആ ടൈമിന് ആ ഷോപ്പ് ഓണറും അസിസ്റ്റന്റും ഒക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് വരും. അതേ ടൈം തന്നെ നമ്മുടെ സിഡ്നി യാനുമായിട്ട് ഫുഡ് കഴിച്ച് സംസാരിക്കാന്നും പറഞ്ഞ് നമ്മുടെ ജിങ്ഷിയൊക്കെയുള്ള അതേ ഹോട്ടലിലേക്കാണ് വരുന്നത്. അങ്ങനെ ഇവര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ആ ഷോപ്പ് ഓണറും, നിങ്ങൾ യാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ അറിഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്ര നല്ല റിലേഷൻഷിപ്പ് ആണോ, എന്തായാലും നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. ആ ഓക്കെ, എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്
നല്ലത്, എന്താണെങ്കിലും പറഞ്ഞു എന്ന് ജിങ്ഷിയും പറയും. അപ്പൊ തന്നെ അയാളും എനിക്ക് യാനിന്റെ കൂടെ ഒരു ബിസിനസ് ചെയ്യണം, അതിനുള്ള ഏർപ്പാട് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് ജിങ്ഷി പണി പാളിയല്ലോ എന്നുള്ള രീതിയിൽ റിയാക്ഷൻ ഇട്ട് ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇവര് സംസാരിക്കുന്നതെല്ലാം അപ്പുറത്തെ റൂമിലിരുന്ന് നമ്മുടെ യാൻ കേൾക്കുന്നുണ്ട്. ആകെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്. ശരിക്കും ഇതെല്ലാം സിഡ്നിയുടെ പ്ലാൻ തന്നെയാണ്. ഇതെല്ലാം കേട്ട് സിഡ്നിയും ഞാൻ നിനക്ക് ഒരുപാട് ഇൻവെസ്റ്ററിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, ഇത് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനാണെങ്കിലോ ഇത് കേട്ടൊന്നും മിണ്ടാണ്ട് നിൽക്കുവാണ്. അതിനിടയിൽ അപ്പുറത്ത് നിന്ന് ജിങ്ഷിയുടെ അടുത്ത് നിങ്ങൾക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഞങ്ങൾ അധികം പുറത്തൊന്നും പറയില്ല, പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യണോന്നറിയും. ഇത് കേൾക്കുമ്പോ വീണ്ടും സിഡ്നി നീ ജിങ്ഷിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നറിയാം, പക്ഷെ അവൾ അതൊന്നും ചിന്തിക്കുന്നില്ല. നിന്നെ തള്ളിവിട്ട് മുന്നേറി പോവാനായിട്ടാണ് അവള് നോക്കുന്നത്. നിന്റെ പേര് യൂസ് ചെയ്ത് അവളുടെ ബിസിനസ് ഒക്കെ പിടിക്കുന്നു. ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനാണെങ്കിലും ഒന്നും പറയാൻ പറ്റാണ്ട് തലയും കുമ്പിട്ട് ഇരിക്കുവാണ്. അതിനിടയിൽ ജിങ്ഷി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പയ്യെ പുറത്തേക്ക് വരും. ഇവരിരുന്നേച്ച അടുത്ത റൂമിൽ തന്നെയാണല്ലോ യാനും സിഡ്നിയും ഇരുന്നേച്ചത്. ഇവളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ യാൻ ഇരിക്കുന്നത് കാണും. ദൈവമേ ഇവൻ മാത്രം എന്നെ കാടല്ലേ എന്ന് പറഞ്ഞ് പേടിച്ച് ബാത്റൂമിലേക്ക് ഓടിപ്പോകും. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് ദൈവമേ ഇവന്റെ മുമ്പിൽ പെടലേ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ യാനാണെങ്കിലോ ജിങ്ഷിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ജിങ്ഷി ഒന്ന് വാ, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണോന്നും പറഞ്ഞ് ഇവരൊരു റൂമിലേക്ക് കയറി പോകും. നീ ഇപ്പോ ആരുടെ കൂടെയാണ് ലഞ്ച് കഴിച്ചോണ്ടിരുന്നേന്ന് ചോദിക്കും. ബെയ്ഡേ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ലിന്നിന്റെ കൂടെയാണെന്ന് പറയും. ഓ അപ്പൊ നീ മിസ്റ്റർ ലിന്നിന്റെ അടുത്ത് നിന്നും 3D പ്രിന്റർ വാങ്ങാൻ തീരുമാനിച്ചോന്ന് ചോദിക്കും. ആന്ന് ജിങ്ഷിയും പറയും. എന്റെ പേരപ്പോ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ഞാൻ വിചാരിച്ചത് നീ ഒരു നേർമയായിട്ടുള്ള പെണ്ണാണെന്നാണ്, പക്ഷെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എങ്ങനെ എന്റെ പേര് യൂസ് ചെയ്ത് ബിസിനസ് ഒക്കെ പിടിക്കാനായിട്ട് സാധിക്കുന്നു? നിനക്കതില് നാണോന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. ജിങ്ഷി ആണെങ്കിലും ഒരുമാതിരിയായി ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്റെ ഫ്രണ്ടാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയും. അപ്പൊ നീ കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അതിനൊരു തെറ്റും ചെയ്തില്ല, അവരാണ് തെറ്റിദ്ധരിച്ചെന്ന് പറയും. ഓ അവര് തെറ്റിദ്ധരിച്ചതാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ല നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നാണ് അവര് വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേ ഞാനാണെങ്കിലോ ജിങ്ഷിയുടെ അടുത്തേക്ക് വരും. ഇവൾക്കാണെങ്കിലോ വല്ലാത്ത സങ്കടം വന്ന് കരയാനായിട്ട് തുടങ്ങും. നമ്മളെ തെറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാന്നും പറഞ്ഞ് ഞാൻ ജിങ്ഷിനെ കിസ് ചെയ്യാനായിട്ട് വരും. ഇവളാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കാണ്. ഇത് നോക്ക് ജിങ്ഷി, ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു റൂട്ടിലൂടെ പോയി അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാല് പുറത്തുള്ളവര് തെറ്റായിട്ടേ സംസാരിക്കുള്ളൂ, അത് നീ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചാ ഇങ്ങനെ ഒരു വലിയ വില നീ കൊടുക്കേണ്ടി വരും, അത് നീ എപ്പോഴും ഓർത്തോന്ന് പറയും. ഇത് കേട്ട് ജിങ്ഷിയും വല്ലാണ്ട് സങ്കടത്തിലിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.